പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയെ പേടിച്ച് നിൽക്കായിരിക്കട്ടെ വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നത് കാണുന്ന സമയത്തിന് വേദയ്ക്ക് ചിരിയാണ് വരുന്നത്. ഇതേ സമയത്തിന് നന്ദിനിക്കും വിനായകനും ഒരു മുട്ടൻ പണി തന്നെ കിട്ടുന്നുണ്ട്. കുടുംബക്കാരെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയ മുഴുവൻ സ്വത്തും പോയിട്ടുണ്ടാവും. കുറി കമ്പനിക്കാരൻ മുങ്ങിയതോടുകൂടത്തിന് പണമെല്ലാം നഷ്ടപ്പെട്ടിട്ട് ആകെ വിഷമത്തിലായിരിക്കട്ടെ വിനായകൻ. ഇതേ സമയത്തിന് വിഷുവിന്റെ കള്ളക്കളിയും പൊളിയുന്നുണ്ട്. വിഷുവിന്റെ എല്ലാ കാര്യങ്ങളും കമലമ്മ അറിയുന്നുണ്ട് എന്ന് മാത്രമല്ല വിഷുവിന്റെ കരണം അടിച്ച് പുകയ്ക്കുന്നുണ്ട് കമലമ്മ. പിന്നെ ശ്രീനിവാസന്റെ ഉപദേശപ്രകാരം വിക്രം വലിയൊരു ചതിയിൽ തന്നെ ചെന്ന് ചാടുന്നുണ്ട്. ഇതിനൊക്കെ പുറകിൽ കളിച്ചത് വേദയുടെ ഏട്ടൻ ശ്രീകാന്ത് തന്നെയായിരിക്കും. എന്നിട്ട് അവർക്കെതിരെ തോക്ക് ചൂണ്ടിയിട്ടൊക്കെ പ്രതികാരം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് വിക്രം. എന്നാൽ വീട്ടിലെ കാര്യമെല്ലാം അറിയുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വേദ വിളിച്ചിട്ട് വിശ്വത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ വിക്രത്തിനോട് വിളിച്ചു പറയാട്ടോ. അപ്പോഴേക്കും വിക്രം വേദക്ക് മറുപടി കൊടുക്കുന്നത്, അതെ, നീ സുധാകരൻ മാഷിന്റെ മക്കളെയൊന്നും നന്നാക്കാൻ നോക്കണം. അതൊന്നും നീ നന്നാക്കാൻ നോക്കിയിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. സുധാകരൻ മാഷിന്റെ 3 മക്കളും കേടായിപ്പോയി എന്ന് നീ അങ്ങ് വിചാരിച്ചു വെച്ചാൽ മതി. അതുകൊണ്ട് ഇനി മുൻപിലെങ്കിലും വേദ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. വിശ്വേട്ടൻ്റെ കാര്യം ഏതായാലും വിശ്വേട്ടൻ തന്നെ നോക്കിക്കോളും എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വരുടെ. വേദ ചോദിക്കുന്നുണ്ട്, ഓ അത് ശരി, നിങ്ങളുടെ അച്ഛൻ അങ്ങനെയെങ്കിലും ഒരു ഭാരം കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ ദേഷ്യപ്പെട്ട് വേദ ഫോൺ കട്ടി. എന്നാൽ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ശ്രീജക്കാവട്ടെ വിശ്വത്തിനോട് ക്ഷമിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. വിശ്വത്തിന് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് ആട്ടിയിറക്കാണ് ശ്രീജ. അത്രമാത്രം വിശ്വത്തിനോട് പിന്നീട് വെറുപ്പായിരിക്കട്ടെ ശ്രീജയ്ക്ക്. വിശ്വത്തിനെ എങ്ങനെയെങ്കിലും ജോലിക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ശ്രീജ ഒരുപാടധികം കഷ്ടപ്പെട്ടതില്ലേ. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വിശ്വന് കൊണ്ടുപോകാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എങ്ങനെയെങ്കിലും വിശ്വൻ ജോലിക്ക് പോയി എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിലിരിക്കായിരുന്നല്ലോ ശ്രീജ. എന്നിട്ട് ഇനിയെങ്കിലും ശ്രീജയുടെ മകളെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ശ്രീജ. എന്നാൽ അതെല്ലാം തകർത്തെറിഞ്ഞ വിശ്വത്തിനോട് പിന്നീട് ഭയങ്കര വെറുപ്പായിരിക്കട്ടെ ശ്രീജയ്ക്ക്. ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും വിശ്വത്തിൽ നിന്ന് കിട്ടുമെന്ന് ശ്രീജ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വം ചെയ്ത ഈ ഒരു തെറ്റ് ഒരിക്കലും തന്നെ പൊറുക്കാനാവാതെ നിൽക്കുമായിരിക്കട്ടെ ശ്രീജ വിശ്വത്തിന്റെ നേർക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സമയത്തിന് ശ്രീജ പറയുന്ന ആട്ടും തുപ്പൊക്കെ കേട്ടിട്ട് ഒരു പട്ടിയെ പോലെ ഇങ്ങനെ കേട്ട് നിൽക്കുന്ന വിശ്വത്തിനെ കേട്ടോ കാണിക്കുന്നത്. യാതൊരു കൂസലുമില്ലാതെ ഒരു പോത്തിനെ പോലെ ഒരു ബുദ്ധൂസിനെ പോലെ ഇങ്ങനെ കേട്ട് നിൽക്കുമായിരിക്കും വിശ്വം. ഇതേ സമയത്തന്നെ നന്ദിനിയും വേദയും തമ്മിൽ ചെറിയൊരു ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് അടുക്കളയിൽ വെച്ചിട്ട്. എല്ലാത്തിനും നന്ദിനി വേദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല എല്ലാത്തിനും കാരണക്കാരി ഇവളാണ് എന്നൊക്കെ പറഞ്ഞ് വേദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി. എന്നാൽ അതിനൊക്കെ തക്ക മറുപടി വേദ പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയെ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുന്നുണ്ട് എന്ന് മാത്രമല്ല വേദയുടെ വാക്കിന് മുന്നിൽ ആകെ പകച്ചു പോവട്ടെ നന്ദിനി പെട്ടെന്ന് പേടിച്ച് വിറച്ച് കൈ അങ്ങ് താഴ്ത്തി വെക്കും. എന്നാൽ ഇതുവരെ ഏറ്റവും വിശ്വം ജോലിക്കൊന്നും പോയിരുന്നില്ലല്ലോ. വിശ്വത്തിന് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ വിക്രത്തിന് വേദയോട് ചെറുതായിട്ടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. എന്നാൽ വിക്രം ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെക്കുമെന്നൊന്നും ആർക്കും തന്നെ അറിയില്ലല്ലോ. എങ്ങനെയെങ്കിലും എല്ലാ മക്കളെയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് വേദ ഒരുപാടധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ശ്രമമെല്ലാം തന്നെ പാളിപ്പോവായിരുന്നു. എന്നിരുന്നാലും വേദയുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ ദൈവം തുണച്ചിരുന്നത്. ഇത്ര കാലം വേദ വീട്ടിലേക്ക് വന്നതിന് ശേഷം അനുഭവിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഒത്തുതീർപ്പ് എന്ന വിധം വേദയെ അംഗീകരിക്കുന്ന മാഷിനെ പോലും വരച്ച വരയിൽ നിർത്താൻ പറ്റുന്ന കേൾക്കുന്ന ഒരു നല്ല ആൾ തന്നെ ആയിരിക്കട്ടോ ഇനി വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല മാഷിൻ്റെ അമ്മ, അതായത് വിക്രത്തിൻ്റെ അച്ചമ്മയായിരുന്നു. വിക്രം കല്യാണം കഴിച്ചു എന്നറിഞ്ഞതോടുകൂടെ തന്നെ മാഷിൻ്റെ മരുമകളെ കാണാൻ വേണ്ടിയിട്ടും അവരോട് കൂടെ കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കട്ടെ അച്ചമ്മ വീട്ടിലേക്ക് വരുന്നത്. അച്ചമ്മ വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് രസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ സംഭവങ്ങളൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അച്ചമ്മ വന്നതിന് ശേഷം മാത്രമായിരിക്കട്ടെ വേദക്ക് ആ ഒരു വീട്ടിലൊരു നിലയും വിലയൊക്കെ വരുന്നത്. വിക്രമിനെ കൊണ്ട് അച്ചമ്മ വേദയെ സ്നേഹിപ്പിക്കുന്നുണ്ട്. അച്ചമ്മ അവിടെ നിന്ന് പോകുന്നതിന് മുൻപേ തന്നെ വിക്രമും വേദയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാഷിനെ അങ്ങ് വരച്ച വരയിൽ നിർത്തുന്നതോടുകൂടെ തന്നെ മാഷിനും കമലമ്മക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വേദയെ അംഗീകരിക്കേണ്ടി വരികയാണ്. ഏതായാലും അച്ചമ്മ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരുപാടധികം രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ തന്നെയാണ് പവിത്രത്തിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതും ഇതേപോലെ തന്നെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസും ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.